വിട്ടുമാറാത്ത മുട്ടുവേദന കാരണം നിങ്ങൾക്ക് നടക്കാനോ എക്സസൈസ് ചെയ്യാനോ എന്തിനേറെ പറയുന്നു ഉറങ്ങാൻ തന്നെ കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാകും. പല രീതിയിലുള്ള ചികിത്സാ മുറകളും ചെയ്തിട്ടും ഉണ്ടാവാം. ചിലപ്പോൾ എക്സസൈസ് ആയിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ സ്റ്റെറോയിഡ് ഇഞ്ചെക്ഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലത്തെ പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്ത് തന്നെ ചെയ്തിട്ടും നിങ്ങളുടെ മുട്ടുവേദന മാത്രം മാറിയിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചോയ്സാണ് RFA എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. അപ്പോൾ ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുട്ടുവേദന മാത്രം മാറിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടെന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ജോയിൻ്റാണ്. അതിനകത്ത് ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, ലിഗമെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, മെനിസ്കസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, ചിലപ്പോൾ ഫ്ലൂയിഡ് കെട്ടുന്നതും ഉണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഈ എന്ത് കാരണം കൊണ്ടുള്ള വേദനയാണെങ്കിലും അത് നമ്മളറിയുന്നത് വേദന സെൻസ് ചെയ്യുന്ന സെൻസറി നെർവ്സ് വഴിയാണ്. ഈ നെർവ്സ് വഴിയേ നമുക്ക് വേദന അറിയാൻ പറ്റുള്ളൂ. തേയ്മാനവും നീർക്കെട്ടും വരുന്ന സമയത്ത് നമ്മുടെ ഈ വേദന സെൻസ് ചെയ്യുന്ന നെർവ്സിൻ്റെ ഹൈപ്പർ ഫയറിങ് സംഭവിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര കലശലായിട്ടുള്ള വിട്ടുമാറാത്ത വേദനയിലോട്ട് ഇത് മാറുന്നത്. RFAയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന പെയിൻ സെൻസിങ് നെർവ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എത്ര കഠിനമായ മുട്ടുവേദനയാണെങ്കിലും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് RFA ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവായിരിക്കും. RFAയിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോബുണ്ട്, RFA പ്രോബ് വഴി അൾട്രാസൗണ്ടും സിയാമും യൂസ് ചെയ്ത് ഈ പെയിൻ സെൻസിങ് നെർവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കണ്ടക്ഷനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി.